ഒക്കെ വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ ക്രിസ്റ്റീന എന്ന് പറയും. കൊറോണ കാലത്തിന് മുമ്പ് മ്യൂസിക് റിയാലിറ്റി ഷോയിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. ഹരം കൊള്ളിക്ക്, സ്റ്റേജിൽ ഹരം കൊള്ളിക്ക് സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സിസ്റ്റർ ക്രിസ്റ്റീന യൂത്തിനൊക്കെ വളരെ അട്രാക്റ്റീവായിരുന്നു. കൊറോണ കാലം കുറേ കഴിഞ്ഞ് ഈ സിസ്റ്ററിനെ കാണാനൊന്നുമില്ല, യൂട്യൂബിൽ എങ്ങൊന്നുമില്ല. കൊറോണ കാലം കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് നോക്കി, കുറച്ചു നാൾക്ക് മുമ്പ് ഞാൻ ഈ സിസ്റ്ററിനെ കണ്ടത് സന്യാസ വസ്ത്രമില്ലാതെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ഈ സിസ്റ്റർ. സന്യാസ വസ്ത്രമൊക്കെ ഉപേക്ഷിച്ചു. ഈ സിസ്റ്ററിനോട് ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുകയാണ്, എന്തേ സന്യാസ വസ്ത്രം ഉപേക്ഷിച്ചു? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഇത് എനിക്കൊരു ഭാരമായിട്ട് തോന്നി, ഞാൻ അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ ഒരു കന്യാസ്ത്രീ അല്ല. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ വീണ്ടും ചോദ്യം, അതെന്തേ അങ്ങനെ ഉപേക്ഷിച്ചു സന്യാസ ജീവിതം? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കൊറോണ കാലത്താണ് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയത്. എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്? സ്വയം ഞാൻ എന്നോട് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കഴിവുകൾ, എൻ്റെ പെർഫോമൻസ്, എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ കഴിവുകൾ ഈ കോൺവെന്റിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തീരാനുള്ളതല്ല, ഇത് ലോകമെമ്പാടും എത്താനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ കോൺവെന്റ് ജീവിതം എനിക്കൊരു ഭാരമായിട്ട് മാറി. ആരോട് ചോദിച്ചെന്നാ പറഞ്ഞത്? സ്വയം ചോദിച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ ആരാ ഉത്തരം പറയണത്? ഞാൻ തന്നെ ഉത്തരം പറയണത്. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിന്റെ വിളിയെക്കുറിച്ച് നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്വയം ചോദിച്ചേക്കരുത്. സ്വയം ചോദിച്ചാൽ നീ തന്നെ കുറെ ഉത്തരങ്ങൾ കണ്ടെത്തും. സെൽഫ് ടോക്ക് പാടില്ല. നീ ആരോടാ ചോദിക്കേണ്ടത്? നിന്നെ വിളിച്ചവനോടാണ് നീ ചോദിക്കേണ്ടത്. നീ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയും, അതിനിപ്പോൾ എന്താ കുഴപ്പം, എടാ ഇങ്ങനെ ജീവിച്ചാൽ മതി, അങ്ങനെ ജീവിച്ചാൽ മതി, നിനക്ക് ഇങ്ങനെ ജീവിക്കാമല്ലോ എന്നിങ്ങനെ അനേകം ഉത്തരങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. സെൽഫ് ടോക്ക് വളരെ അപകടം പിടിച്ചതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചേ, അത്രമേൽ ഉറപ്പുണ്ടായിരുന്നൊരു കാര്യം എന്തായി മാറി? എൻ്റെ ഒരു ചിന്തയായി മാറി. കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായി മാറും? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അത്രമേൽ ഉറപ്പുണ്ടായിരുന്നൊരു കാര്യം ഇപ്പോൾ ഒരു കാഴ്ചപ്പാടായി മാറും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന എന്നാന്നറിയാവോ? എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയാണ്. എൻ്റെ ഒരു തോന്നൽ എന്തായിരുന്നു? ഉറപ്പുണ്ടായിരുന്ന കാര്യം ഇപ്പം എന്തായി മാറി? എൻ്റെ ഒരു തോന്നലായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു തോന്നലായിട്ട് മാറി. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ അതൊരു സംശയമായിട്ട് മാറും. എന്തായി മാറും? സംശയമായിട്ട് മാറും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് ഉപേക്ഷയായിട്ട് മാറും. ഇത് വൈദിക ജീവിതത്തിൽ മാത്രമല്ല, സന്യാസ ജീവിതത്തിൽ മാത്രമല്ല, കുടുംബ ജീവിത വഴികളിൽ, ശുശ്രൂഷ വഴികളിൽ നമ്മളായിരിക്കുന്ന വിളിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കുണ്ടായിരുന്ന ഈ കൃപയുടെ വില നഷ്ടപ്പെട്ടു പോവുക. സത്യത്തിൽ എങ്ങനെയാണ് വരേണ്ടത്? വളർച്ചയാണ് വേണ്ടത്, എന്നാൽ തളർച്ചയാണ് സംഭവിക്കുന്നത്. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മെച്ചപ്പെട്ടു വരണം. വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ സ്നേഹം വർദ്ധിച്ചു വരണം, വർഷം തോറും വർദ്ധിച്ചു വരണം. ഇന്ന് വർദ്ധിച്ചാണോ വരുന്നത്, അതോ തളർന്നാണോ പോകുന്നത്? ചിന്തിക്കണം. രണ്ടും രണ്ട് മുറിയിലൊക്കെ കിടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി അത് വർധനവല്ല, മറിച്ച് കുടുംബ ജീവിതത്തിൻ്റെ താളം കേടാണത്. കുടുംബത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ഈ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച മനസ്സിലാക്കാൻ ഒരു കൊച്ചുദാഹരണം, അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4, 4-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ ഈശോയെ കുറിച്ച് ഈ സ്ത്രീ പറയുന്ന ആദ്യത്തെ ഒരു കമന്റ് എന്താ? നീ ആരാ? നീ ഒരു യഹൂദനാണ്. യു ആർ എ ജ്യൂ. നീ ഒരു യഹൂദനാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, 4-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം നോക്കിക്കേ. 11-ാം തിരുവചനം. അവൾ പറഞ്ഞു പ്രഭോ. ഇപ്പൊ എന്താ വിളിക്കുന്നത്? ആദ്യം എന്തായിരുന്നു? ആദ്യം
യഹൂദൻ ഇപ്പൊ ലെവൽ അങ്ങോട്ട് ഉയർന്നേ. ഇപ്പൊ എന്താ പറയുന്നത്? പ്രഭോ. പ്രഭോ ലെവൽ അങ്ങോട്ട് കയറി. ഇനി ഒന്ന് വായിച്ചേ അടുത്തത് 4-ാം അധ്യായം 12-ാം വചനം വായിച്ചേ. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? യാക്കോബിനേക്കാൾ വലിയവൻ. കണ്ടോ, ആദ്യം എന്തായിരുന്നു? യഹൂദൻ, പിന്നീട് എന്തായി? പ്രഭോ എന്ന് വിളിച്ചു. ഇപ്പൊ പറയാണ് നീ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുക. ദേ വായിച്ചേ 4-ാം അധ്യായം 19-ാം വചനം വായിച്ചു. 4:19. അങ്ങ് പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന്. കണ്ടോ ഇപ്പൊ എന്താ പറയണത്? പ്രവാചകനാണ്. യു ആർ എ പ്രോഫറ്റ്. ആദ്യം എന്താ പറഞ്ഞത്? യഹൂദൻ എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? പ്രഭോ എന്ന് പറഞ്ഞു. മൂന്നാമതെത്തിയപ്പോ പറയാൻ യാക്കോബിനേക്കാൾ വലിയവൻ. ഇപ്പൊ എന്താ പറയണത്? അങ്ങൊരു പ്രവാചകനാണ്. വളർച്ചയാണ്. ആത്മീയ മേഖലയിൽ ഒരു വളർച്ചയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒറ്റ വചനം കൂടെ വായിച്ചാൽ അടുത്ത കാര്യം മനസ്സിലാകും. 4-ാം അധ്യായം 25-ാം തിരുവചനം 25. ആ സ്ത്രീ പറഞ്ഞു മിശിഹ ക്രിസ്തു വരുമെന്ന്. മിശിഹ. കണ്ടോ, കാഴ്ചപ്പാട് മാറി. കണ്ടോ, മിശിഹ ക്രിസ്തു വരുമെന്ന്. എവിടെ കടന്നതാ? യഹൂദനല്ലേ എന്ന് വിളിച്ചു തുടങ്ങിയത്. ദേ യേശുവിനോട് അടുത്തടുത്ത് വന്നപ്പോൾ, സംസാരിച്ച് വന്നപ്പോൾ ഈ സ്ത്രീയുടെ കാഴ്ചപ്പാട് മാറി അവസാനം എത്തിച്ചേർന്നത് മിശിഹ, അങ്ങാണ് ക്രിസ്തു. ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ തിരിച്ചറിയേണ്ടത് യേശുവിനോടുള്ള ബന്ധം വഴി നിനക്കൊരു വളർച്ചയുണ്ടാവണം. നിന്റെ സ്നേഹബന്ധത്തിനൊരു വളർച്ചയുണ്ടാവണം. തളർച്ചയാവരുത്. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, നിനക്കൊരു ആത്മീയ വളർച്ച വേണം. പറഞ്ഞു കൊടു. ഉണ്ടോ ആത്മീയ വളർച്ച ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പോട്ട ആശ്രമത്തിൽ ഇരുന്ന് ഉറങ്ങുന്ന ചേച്ചി, ഉറങ്ങുന്നവരെ ഇങ്ങോട്ട് നോക്കിയേ. വളർച്ചയുണ്ടോ? ഇനിയിപ്പോൾ ഉറങ്ങുന്ന ചേച്ചിനെ കാണാൻ അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. അതിനേക്കാൾ കൊള്ളാം. ചോദ്യം, ആത്മീയ വളർച്ചയുണ്ടോ? നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശുശ്രൂഷകരുണ്ട്, പല വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, സ്ഥിരമായിട്ട് പോട്ടാശ്രമത്തിൽ അനുദിന ശുശ്രൂഷയിൽ വരുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ ചോദ്യം, വളർച്ചയുണ്ടോ അതോ തളർച്ചയാണോ? ഇന്നൊരു വചനം വായിക്കുമ്പോൾ നിനക്കൊരു കൊതി തോന്നുന്നുണ്ടോ? അതോ നിനക്കിത് വചനം പിന്നെ ഇതൊക്കെ ഞാൻ എത്ര കണ്ടത്, പിന്നെ അച്ഛനൊക്കെ ഏത്? ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി പോട്ടാശ്രമത്തിലിരുന്ന് വചനം കേൾക്കുന്നവരാ. ഇതൊക്കെ നിങ്ങൾ ഏത്? എന്നാ സംഭവിക്കണമെന്നറിയോ? വളർച്ചയാണോ തളർച്ചയാണോ? വളർച്ചയല്ലെന്ന തളർച്ചയാണ്. വളർച്ച വേണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടാവണം? ഒരു വചനം കേൾക്കുമ്പോൾ അതിനോടൊരു കൊതി തോന്നണം. വിലയുള്ളൊരു അപ്പമായിട്ട് നീ കണക്കാക്കണം. അത്രമേൽ തേൻ ചേർത്ത് അപ്പം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം എന്താ? ഇതെന്തപ്പം? ഇതപ്പമാണോ? ഒരു വിലയുമില്ലാത്ത അപ്പം. ഇതെന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വീഴ്ചയെക്കുറിച്ചാണ്. നിന്റെ ജീവിത പങ്കാളി, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾക്കുള്ള സ്നേഹം കുറഞ്ഞു പോയോ? ഒന്നും പറയണില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ കുറയുള്ളൂ. സ്നേഹം കുറഞ്ഞു പോയോ? സൂക്ഷിക്കണമെന്ന്. സ്നേഹം കൂട്ടണം. അതിനാണ് നമ്മുടെ ഫോക്കസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളി, ഒരു വൈദികൻ എന്ന നിലയിൽ, ഞാൻ ഒരു സിസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ജീവിതാവസ്ഥയിൽ ഞാൻ വളരുകയാണോ തളരുകയാണോ? അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം നമ്മളെ പഠിപ്പിച്ചത് 2-ാം അധ്യായം 1-ാം വചനം, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഈ വചനം ഇന്ന് എനിക്കും നിനക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിത അവസ്ഥകളിൽ നമ്മൾ ചില കാര്യങ്ങളിൽ അതിശക്തമായ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിലൊരു 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അല്പം കൂടെ ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ വില, ഈ രുചി എങ്ങനെയാണ് കെട്ടുപോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നറിയോ? ചില വഴികളൊന്നും നമ്മൾ പഠിക്കുവാണ്. ഒന്നാമത്തെ കാര്യം,
ദൈവവചനത്തെ ധിക്കരിച്ചാൽ നിന്റെ രുചി നഷ്ടപ്പെട്ടു പോകും. ദൈവം പറയുന്നൊരു കാര്യത്തെ അനുസരിക്കാതിരുന്നാൽ ഡിസൊബീഡിയൻസ്, അത് നമ്മുടെ വില നഷ്ടപ്പെടുത്തി കളയും. നമുക്കുണ്ടായിരുന്ന വില നഷ്ടപ്പെടുത്തി കളയും. ഇത് മനസ്സിലാക്കാൻ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം അതിൽ 22-ഉം 23-ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ? സാമുവേൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 15, 15-ാം അധ്യായം 15-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം സാവൂളിനെ കുറിച്ചുള്ളതാണ്. കേട്ടോ. തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. സാമുവേൽ ചോദിക്കുകയാണ്. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. എന്നിട്ട് അടുത്ത വചനം, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. കണ്ടോ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞുകൊടു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പറഞ്ഞു കൊടുത്തേ. അനുസരണം ദൈവവചനത്തെ അനുസരിക്കുന്നത്. ദൈവവചനത്തെ അനുസരിക്കാതിരുന്നാൽ നമുക്കുള്ള ആ കൃപ വില നഷ്ടപ്പെട്ടു പോകും. നമുക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള അത്രമേൽ വിലയുള്ളതായി കണക്കാക്കിയിട്ട് അതിൻ്റെ ഗ്രേസ് മുഴുവൻ നമുക്ക് ചോർന്നു പോകും. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, പാപം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഈ വില മുഴുവൻ നഷ്ടപ്പെടുത്തി കളയും. നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ്, പാപ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പശ്ചാത്താപത്തിൻ്റെ മേഖലയാണ്. സങ്കീർത്തനം 51 അതിൻ്റെ 10, 11, 12 നമുക്കറിയാവുന്നൊരു വചനമാണ്. വായിച്ചാലോ? അത് ദാവീദ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന എന്നറിയോ? ദാവീദ് സ്വർഗസ്ഥനായ ദൈവത്തോടൊരു കാര്യം കണ്ണുനീരോടെ ചോദിക്കുകയാണ്. 51-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയണമേ. അടുത്ത വചനം വായിച്ചേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലെ പാപാവസ്ഥയ്ക്ക് മുമ്പിൽ തമ്പുരാന്റെ മുമ്പിൽ വട്ടമിട്ട് കടന്ന് പറയാണ്, ദൈവമേ, എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തോണ്ട് പോകല്ലേ. എൻ്റെ അഭിഷേകം പോയാൽ ഞാൻ പോയെന്ന് ബോധമുണ്ടായിരുന്ന ആ മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിച്ചത്, എൻ്റെ അഭിഷേകം പോയാൽ എൻ്റെ എല്ലാ വിലയും തീർന്നു. ഇതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നത് കൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ വട്ടം കിടന്ന ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. ഹല്ലേലൂയാ. അതായത് മനഃപൂർവ്വം, ബോധപൂർവം നമ്മുടെ ഉള്ളില് പാപാവസ്ഥയെ നമ്മൾ താലോലിച്ചതിനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു അപകടമാവും. നമുക്കുള്ള എല്ലാ വിലയും നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ. മൂന്നാമതായിട്ട് നമ്മുടെ വില നഷ്ടപ്പെടുത്തി കളയുന്നൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാര ചിന്ത. എനിക്കെല്ലാം പറ്റും, ഞാൻ ആരോ ആണ്, സ്വയം ആശ്രയിക്കുന്നതനുസരിച്ച് വലിയ അപകടത്തിലേക്ക് ചെന്ന് വീഴും. ഹല്ലേലൂയാ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 6.
4-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. നല്ലൊരു വചനമാണ്. വായിച്ചോ. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നത് എളിമപ്പെടുന്നവർക്കാണ്. അല്ലാതെ ഇതൊക്കെ എനിക്കറിയാം, പിന്നെ എത്ര വർഷങ്ങളായി ഞാൻ അച്ഛനായിട്ട്, പിന്നെ ഇതൊക്കെ സാധാരണപ്പെട്ട കാര്യമാണ് എന്നിങ്ങനെ സ്വയം നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ കൃപ വില നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാംസനെ കുറിച്ച് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാംസനെ കുറിച്ച് ഏത് പുസ്തകത്തിലാണ്? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യം, സാംസന് വലിയ ആത്മവിശ്വാസമായിരുന്നു. പാപ വഴികളിലൂടെ പോയ മനുഷ്യന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഇതൊന്നും കുഴപ്പമില്ലെന്ന്, എനിക്കാരാ, ഞാൻ ആരാ, എനിക്ക് പവറുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന നമുക്കും തോന്നും, എനിക്ക് ആൾക്കൂട്ടമുണ്ട്, എനിക്ക് കുടുംബ പാരമ്പര്യമുണ്ട്, എനിക്ക് അവിടെ പിടിപാടുണ്ട്, അല്ലേ? ഏതോ ഒരു സിനിമയിലൊക്കെ പറയണ പോലെ ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് ആളുണ്ട്. എന്ത് കാര്യം? ഒരാവശ്യം വന്നാൽ കൂടെ ഒന്നും ഉണ്ടാവില്ല എന്ന്. ജീവിതത്തിൽ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തെ അവഗണിച്ചാൽ നമ്മൾ ഓർത്തുകൊള്ളണം, ഈ വില നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്കുള്ള പ്രാർത്ഥനാ ജീവിതത്തെ അവഗണിച്ചാൽ, ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ, നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടുന്ന? ഒരു പക്ഷേ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയപ്പോഴാണോ? ഒരു പക്ഷേ നമുക്കുണ്ടായിരുന്ന പ്രാർത്ഥനാ ചൈതന്യം, വ്യക്തിപരമായി കൊന്ത ചെല്ലുന്നൊരു ശൈലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയപ്പോഴാണോ? ഒരു പക്ഷേ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്നിരുന്ന് നമ്മളത് കുറഞ്ഞു പോയപ്പോഴാണോ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 41-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 41. മത്തായി 26 അതിൻ്റെ 41. മത്തായി 26:41 കിട്ടിയോ? വായിച്ചോ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യെസ്. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അതെ. അതായത് വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ശ്രദ്ധയെക്കുറിച്ചാണ്. ഒരു ശ്രദ്ധ. നമുക്ക് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ വഴിയേ പോകുന്ന വയ്യാവേലി എല്ലാം വരും. ഈ ശിഷ്യന്മാർ ഗെത്സമീൻ തോട്ടത്തിൽ ഉണർന്നിരിക്കാത്തത് കൊണ്ടാണ്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി അവരവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയത് കൊണ്ടാണ് പിന്നീട് അനേക തരത്തിലുള്ള തകർച്ചകൾ ശിഷ്യന്മാർക്ക് പോലും സംഭവിക്കുന്നത്. പത്രോസിന്റെ വീഴ്ചയുടെ കാരണം അവിടെ ഇരിക്കുന്നത്, മര്യാദയ്ക്ക് ഉണർന്നിരിക്കേണ്ട മനുഷ്യൻ ഉണർന്നിരിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പത്രോസ് ആ രാത്രിയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയെ തിരുവചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തോടും ദൈവകാര്യങ്ങളോടുമുള്ള ബന്ധം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഠിക്കേ. കാറ്റായി വീശണമേ, തീ കാറ്റായി. പാടാം. തീ കാറ്റായി. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. അഭിഷേകമേ കാറ്റായി വീശണമേ, തീ കാറ്റായി. ആമേൻ, ആമേൻ. തീ കാറ്റായി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്നൊന്ന് സ്തുതിച്ച് ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ.
പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. വിടുതലിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഞങ്ങൾ പ്രവർത്തിക്കണമേ. ആരാധന, 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 ആരാധന. കൈയടിച്ച കൈയടിച്ച കൈയടിച്ചേ, ശക്തിയോടെ പോരാ. ചേർന്ന് 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 എല്ലാവരും. ഓ കർത്താവേ, ഞങ്ങളുടെ മരവിപ്പ് മാറ്റണമേ. ഞങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ കർത്താവ് ഞങ്ങൾക്ക് സ്നേഹം നൽകണമേ. ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ. ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബലം നൽകണമേ. ഞങ്ങളുടെ വിളിയുടെ അന്തസത്ത മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. ആഗ്രഹിക്കണം. ചേർന്ന് കൈയടിച്ചോ, നന്നായിട്ട് പ്രാർത്ഥിക്കാം. എന്നിൽ നിറയണമേ. ആമേൻ. ചേർന്ന് പാടാമോ? വിടുതലിന്റെ ആത്മാവേ, എന്നിൽ നിറയണമേ. അഗ്നി, പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ചാടിത്തുള്ളേ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പഠിക്കേ 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 പഠി. കാറ്റായി വീശണമേ, തീ കാറ്റായി, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ ചൂട് പിടിപ്പിക്കണമേ. ഞങ്ങളുടെ സ്നേഹം ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ. കർത്താവെ, കർത്താവെ, നിന്റെ ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ. അനേകരിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്നിലേക്ക് കൃപ ഒഴുകപ്പെടുന്നു. യേശു നിന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. അനേകരുടെ മേൽ കർത്താവിന്റെ അഭിഷേകം, വീണ്ടും ചൂട് പിടിപ്പിക്കുന്ന അഭിഷേകം കർത്താവ് നൽകുന്നു. ആരാധന, 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 ആരാധന. ഒരു പുത്തൻ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ദൈവമേ, അങ്ങ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചേ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ചേ. എന്നിട്ട് നമുക്ക് മുട്ടുകുത്താം. കർത്താവിന്റെ കാരുണ്യം നമ്മൾ ഒഴുകുകയാണ്. ഇവിടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത, ഓൺലൈൻ പങ്കെടുത്ത എല്ലാവരും വിശ്വസിക്കണം, എൻ്റെ മേൽ കർത്താവിന്റെ കാരുണ്യമുണ്ട്. എൻ്റെ മേൽ കർത്താവിന്റെ കാരുണ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. തീരുമാനം എടുക്കണം. യാക്കോബ് ശ്ലീഹ 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം. സംഭവിച്ചത് സംഭവിച്ചു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇന്നലകളിൽ ഉണ്ടായ സംഭവങ്ങൾ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ നീ തീരുമാനം എടുക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം എന്നോട് ചേർന്ന് നിൽക്കും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അതൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് നമ്മുടെ ധ്യാന മന്ദിരത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരുടെ സൗഖ്യ ദിനമാണ്. ഇന്ന് അവർക്ക് വേണ്ടി പ്രത്യേക ഹീലിംഗ് ശുശ്രൂഷ നടത്തപ്പെടുന്ന ദിവസമാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പല പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ഒത്തിരി ദൈവ സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ, അത്ഭുതകരമായ കൃപ അവരുടെ മേൽ ഉണ്ടാവണം. പരിശുദ്ധ അമ്മ അവരിൽ അത്ഭുതകരമായിട്ട് നയിക്കണം. അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.